കാലങ്ങളായി UDF ഭരിക്കുന്ന മണ്ഡലമാണ്. പുതുപ്പള്ളി നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി 35 വർഷമായിട്ട് MLA ആയിട്ടിരുന്ന സ്ഥലമാണ്. പ്രത്യേകമായ വികസനങ്ങളൊന്നും കൃത്യമായിട്ട് നടന്നിട്ടില്ല. കുറേ റോഡുകൾ റെഡി ആയിട്ടുണ്ട്, കുറേ പാലങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. വേറെ ജനങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ യാതൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ജലജീവൻ മിഷൻ്റെ പരിപാടിയാണെങ്കിൽ പോലും പഞ്ചായത്തിൻ്റെ ആസൂത്രണത്തിൽ നടക്കേണ്ട 14 LDFൻ്റെ 7 പേരും UDFൻ്റെ 7 പേരും BJPയുടെ 4 പേരും ഇവിടെ ഉണ്ട്. പക്ഷേ BJP ശക്തമായ പ്രതിപക്ഷത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ 2 കൂട്ടരും കൂടി പദ്ധതി അട്ടിമറിക്കുന്ന രീതിയാണ് കാണുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം ജലജീവൻ്റെ പരിപാടി ആസൂത്രണം ചെയ്തിട്ട് പൈപ്പ് കൊണ്ടിട്ടുള്ളതല്ല, ഇതുവരെ പൈപ്പ് കുഴിച്ചിടുകയോ വെള്ളത്തിൽ കിട്ടുന്നതിനാവശ്യമായ യാതൊരു നടപടികളോ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കടുത്ത വേനലാണ്, വെള്ളം ടാങ്കിൽ അടിച്ച് വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വെള്ളം പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ MP തോമസ് ചാഴിക്കാടൻ ജയിച്ചിട്ട് ഈ വഴിക്ക് പോലും ഇന്ന് ഈ സമയം വരെ വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം UDFൻ്റെ സീറ്റ് മത്സരിച്ച് 2 ലക്ഷത്തിൽ മത്സരിച്ചിട്ട് ഈ പ്രാവശ്യം സീറ്റ് മാറി LDFിലേക്ക് പോയി. LDFിൽ 2 ലക്ഷത്തിൽ മത്സരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. മണ്ഡലത്തിൽ യാതൊരു വികസനം നടക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 5 വർഷമായി ഇവിടുന്ന് തെരഞ്ഞെടുത്ത് പോയിക്കതിന് ശേഷം ചാഴിക്കാടനെ ഒരു പ്രാവശ്യം പോലും ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഓരോ വീട്ടിലും ഒരു രോഗികളെങ്കിലും ഇല്ലാത്തൊരു സാഹചര്യമില്ല ഇപ്പോഴത്തെ ഈ ജീവിത സാഹചര്യം കൊണ്ട്. അന്നേരം സാധാരണ ഒരു ആൾക്കാർക്ക് മരുന്നൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഒരു മാസമൊക്കെ 1000-2000 രൂപ വെച്ചിട്ട് ഒരു വീട്ടിലെ ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അത് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാനോ അല്ലെ മുതലാകത്തില്ല. ഒരു ജനൌഷധി ഭയങ്കര ഉപകാരപ്രദമായ രീതിയിലാണ് 50 മുതൽ 90% വരെ വിലക്കുറവിലാണ് ജനൌഷധി മരുന്നുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. 1759 ഉയർന്ന നിലവാരമുള്ള മരുന്നുകളാണ് ജനൌഷധിയിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത്. ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ഈ ജനൌഷധി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ് ജനൌഷധി. ഇടതുമുന്നണിയും വലതുമുന്നണിയും മാറി ഭരിച്ചിട്ടും കോട്ടയത്തിലെ ജനങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. പ്രധാനമായിട്ടും റബ്ബർ കർഷകരാണ് ഈ മേഖലയിലുള്ളത്. അവരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വിലയില്ല, കാരണം പകുതിയാണ് ചെയ്യുന്നതെല്ലാം. അതുകൊണ്ട് പിന്നെ വിട്ടുകൂലി പകുതി കൊടുക്കണം, കിട്ടുന്ന ആദായം വളരെ കുറവാണ്. അപ്പോൾ റബ്ബറിന് നല്ല ന്യായമായ വില കിട്ടിയെങ്കിൽ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.